Opening hours with MyFin. ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും മൈഫിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ആദ്യം തന്നെ ഒരു മെരി ക്രിസ്മസ് നേരുകയാണ്. നമുക്ക് എപ്പിസോഡിലോട്ട് കടക്കാം. ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലത്തെ ഒരു എക്സ്പയറി ഡേയിൽ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു മാർക്കറ്റിൽ കണ്ടത്. കാര്യമായൊരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് തുടക്കത്തിലൊരു നേട്ടം രേഖപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി നമ്മളൊരു NSEയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കുമ്പോൾ ഭൂരിഭാഗം ഓഹരികളിലും ഇന്ന് നേട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല സെക്ടറൽ ഇൻഡെക്സുകൾ ഇന്ന് പലതും നേട്ടം രേഖപ്പെടുന്നുണ്ട്. ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സ് ഒക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ട്രേഡിംഗ് ആണ് ഇന്നത്തെ ഒരു വിപണിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്നലത്തെ ഒരു മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് DIFAയുടെ ഒക്കെ ഒരു ഡാറ്റ നോക്കാം. FAനെ സംബന്ധിച്ച് 1794 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആയിരുന്നു നടത്തിയത്. DI 3812 കോടിയുടെ നെറ്റ് ബൈയിങ് നടത്തിയതുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. US മാർക്കറ്റിലോട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ ക്യൂസിലോട്ടൊക്കെ വരുമ്പോൾ US മാർക്കറ്റ് തുടർച്ചയായി പോയിട്ട് 4 ദിവസം നേട്ടം രേഖപ്പെടുന്നുണ്ട്. ഇന്നലെ ഡൗ ജോൺസ് 0.16% നേട്ടത്തിലായിരുന്നു. S&P 500 0.46% നേട്ടം രേഖപ്പെടുത്തി. നാസ്ഡാക്കിൽ 0.57% നേട്ടവുമാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് സുരേഷ് സാറിലോട്ട് പോകും. സുരേഷ് സാർ, നമുക്ക് ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോൾ 26,000 എന്നൊരു നില തിരികെ പിടിച്ചതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇന്നലത്തെ ഒരു കൺസോൾട്ടേഷന് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവായിട്ടൊരു ട്രേഡിംഗ് തുടരുന്നുണ്ട്. US മാർക്കറ്റിനെ സംബന്ധിച്ച് തുടർച്ചയായി 4 ദിവസം പോസിറ്റീവായി ട്രേഡിംഗ് തുടർന്നു. മാത്രമല്ല S&P 500 ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. മാത്രമല്ല USലെ റിയൽ GDP ഡാറ്റ കണക്കുകളൊക്കെ എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കണക്കുകളൊക്കെ വന്നിരിക്കുകയാണ്. സാറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിനെ സംബന്ധിച്ച് എന്താണ്? വിഷ്ണു, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മളെയും പ്രേക്ഷകരെയും മൈഫിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ലാസ്റ്റ് ഡേ ബിഫോർ ക്രിസ്മസ് ആണ്. അതായത് നാളെ നമുക്ക് ട്രേഡിംഗ് ഇല്ല, ട്രേഡിംഗ് ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ എൻ്റെ ഭാഗത്തുനിന്നും വ്യക്തിപരമായിട്ട്, എൻ്റെയും വിഷ്ണുവിൻ്റെ ഭാഗത്തുനിന്നും, ഞങ്ങളുടെ എൻറ്റയർ ടീമിൻ്റെ മൈഫിൻ ടീമിൻ്റെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു എന്നുള്ളതാണ്. അതായത് നല്ലൊരു ഹെൽത്തി അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി റിലേഷൻഷിപ്പൊക്കെ ആയിട്ട് നല്ലൊരു ഹാപ്പിനെസ്സും ജോയും തരുന്ന ഇനിയൊരു വർഷം അങ്ങോട്ട് നിങ്ങളെ വരട്ടെ എന്നുള്ളൊരു ആശംസ കൂടി നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതുമാത്രമല്ല, ഒരു കാര്യം കൂടി, ഒരു മൈഫിൻ്റെ ഡെസ്കിൽ നിന്നും പ്രത്യേകിച്ച് ഈ ബിസിനസ് കോർപ്പറേറ്റ് മേഖലകളിൽ, സ്റ്റോക്ക് മാർക്കറ്റ് മേഖലകളിൽ ന്യൂസ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഷോസ് അവതരിപ്പിക്കുന്ന ആൾക്കാരെന്ന രീതിയിൽ നമ്മൾ പറയുന്നു, ഏതാണ്ട് 2026 എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ നന്നായിരിക്കും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മാത്രമല്ല, ഞങ്ങളും മാർക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർത്ത് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്കൊരു നല്ലൊരു നാളേക്കായി നമുക്ക് കാത്തു നിൽക്കാം എന്നുള്ളത് ഒരു സന്ദേശത്തോടു കൂടി തന്നെ നമുക്കിന്ന് തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്മസിന് നാളെ ഞങ്ങൾ ഉണ്ടാവില്ല. ഇനി ഞങ്ങൾ വിൽ കം ബാക്ക് മേ ബി ഓൺ 26th, അല്ലേ, ബോക്സിംഗ് ഡേ. അതായത് ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ഡേ ആണ് ബോക്സിംഗ് ഡേ എന്ന് പറയുന്നത്. ആ ബോക്സിംഗ് ഡേ നമുക്ക് വീണ്ടും കാണാം എന്നുള്ളതാണ്. ഇത് കൂടാതെ തന്നെ നമ്മൾ 30-ാം തീയതി, അതായത് ഡിസംബർ 30-ാം തീയതി നമ്മളൊരു സ്പെഷ്യൽ ഷോ, ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ ഷോ ആയിരിക്കും. കാരണം അതിനകത്ത് മിക്കവാറും ജാസ്മിൻ അന്നത്തെ ദിവസം വരും എന്നാണ് ഉറപ്പ് വന്നേക്കുന്നത്. ജാസ്മിൻ അന്ന് വ്യക്തിപരമായിട്ടുള്ള ഒരു കാരണങ്ങളാൽ ഒരു മാസമായിട്ട് ജാസ്മിൻ വർക്ക് ഫ്രം ഹോമാണ്. ജാസ്മിൻ അന്ന് വരുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. അതിൽ 2025 സംഭവിച്ചതും അതിൽ ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ കറക്റ്റായി എന്നുള്ളതും 2026 ഔട്ട്ലുക്കും ഒക്കെ ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കായി നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് എന്നുള്ളൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ഞാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ സാന്റാ റാലി ഈസ് ഹിയർ, അല്ലേ? നമ്മളിപ്പോൾ എല്ലാ മാർക്കറ്റ് അനലിസ്റ്റുകളും പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ, US മാർക്കറ്റ് പോലെ തന്നെ ഒരു സാന്റാക്ലോസ് റാലി ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതിന് ഉത്തമ ഉദാഹരണമായിട്ട് പറയുന്നത് ICIC ഡയറക്റ്റിൻ്റെ ഒരു റിപ്പോർട്ടാണ് വിഷ്ണു. ICIC ഡയറക്റ്റിൻ്റെ ഒരു റിപ്പോർട്ട് പറയുന്നത് എന്താ വെച്ചാൽ, അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസർച്ച് നോട്ടാണ് അവർ പറയുന്നത്. അതായത് ലാസ്റ്റ് 30 കൊല്ലത്ത് 23 പ്രാവശ്യവും, അതായത് 23 കൊല്ലം ഔട്ട് ഓഫ് 23 ഇയേഴ്സിൽ നിഫ്റ്റി ആവറേജ് റിട്ടേൺ 2.8% പോസിറ്റീവ് റിട്ടേൺ തന്നു ഫ്രം December 20 ടു ഡിസംബർ എൻഡ് വരെ. അതായത് ലാസ്റ്റ് 10-11 ദിവസത്തെ ട്രേഡിംഗ് ഡേയ്സിൽ നിഫ്റ്റി ഏതാണ്ട് ആവറേജ്, അതായത് ചില സമയത്ത് കൂടുതലാണ്, ചില വർഷങ്ങളിൽ കുറവായിരുന്നു എന്നുള്ള, ബട്ട് ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ 2.8% റിട്ടേൺ. ലാസ്റ്റ് 30 ഇയേഴ്സിൽ
23 കൊല്ലവും അങ്ങനെയാണ് തന്നത് എന്നുള്ളതാണ് ഡേറ്റ കാണിക്കുന്നത്. അതായത് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 77% ആണ്. അതായത് 30 കൊല്ലത്തിൽ 23 പ്രാവശ്യം എന്ന് പറയുന്ന സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 77% ആണെന്നുള്ള. അപ്പോൾ 2.8% റിട്ടേൺ ആണ് ഹിസ്റ്ററി നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ള. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് 2 ദിവസം തന്നെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 0.81% അപ്പായിരുന്നു എന്നുള്ള. അപ്പോൾ ICICI ഡയറക്റ്റ് ആണെങ്കിലും ശരി, മോട്ടിലാൽ ഓസ്വാലിൻ്റെ തന്നെ റിസർച്ച് ഹെഡ് പറയുന്നതാണെങ്കിലും ശരി, അവർ പറയുന്നത് വെച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് മേ ബി ഒരു 1 to 1.2% വരെ റാലി ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിക്കാം എന്നുള്ളതാണ്. അതായത് ദേ വിൽ നോട്ട് ബി സർപ്രൈസ്ഡ്, ഇത് അവരുടെ എസ്റ്റിമേറ്റ് ആണ്, നമ്മുടെ അല്ല. ദേ വിൽ നോട്ട് ബി സർപ്രൈസ്ഡ് ടു സീ മാർക്കറ്റ് അറ്റ് 26,500 അല്ലെങ്കിൽ 26,000 to 700 ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്. മേ ബി December 31 വരെ മാത്രമായിരിക്കില്ല, കുറച്ചുകൂടെ ഒരു ചേർത്ത് വെച്ച് അവർ വായിക്കുന്നു എന്നുള്ള. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഒക്കെ അല്ലെങ്കിൽ 26,000 കൈവരിച്ചു, 26,000 കഴിഞ്ഞുള്ള ഒരു റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യാനുള്ള നിലയിലുമാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് സാർ പറഞ്ഞ പോലെ ഒരു പ്രതീക്ഷയ്ക്കുള്ളൊരു വക ഉണ്ടോ? അവരുടെ ഒരു ഫോർകാസ്റ്റ് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്ന ഒരു ഡേറ്റ പോയിന്റ് എന്ന് പറയുന്നത് വോളറ്റിലിറ്റി ഇൻഡെക്സ് ആണ്. ആ വോളറ്റിലിറ്റി ഇൻഡെക്സ് ഏതാണ്ട് 9.38, അതായത് വളരെ ലോവർ ലെവലാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് നമുക്കറിയാം. മൺഡേ അതാണ്ട് വിക്സ്, ഇന്ത്യ വിക്സ് എന്നാണല്ലോ നമ്മൾ വോളറ്റിലിറ്റി ഇൻഡെക്സിനെ പറയുന്നത്. മൺഡേ ഏതാണ്ട് 8.8 വരെ അത് ഹിറ്റ് ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ മാർക്കറ്റ് പൊതുവെ വലിയൊരു ഡൗൺവേർഡ് ആയിട്ടുള്ള ഒരു പ്രഷർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഇയർ എൻഡ് റാലി എല്ലാ കൊല്ലവും കഴിവതും 30 കൊല്ലത്തിൽ 23 പ്രാവശ്യവും നടന്നുകൊണ്ട് മിക്കവാറും, അതായത് മാർക്കറ്റിൻ്റെ ഈ പറയുന്ന ആ സ്റ്റേറ്റ് ഓഫ് ദ മാർക്കറ്റ് അല്ലെങ്കിൽ ഡേറ്റ നമുക്ക് തരുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ മിക്കവാറും ഒരു അപ്വേർഡ് റാലി ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. ബിക്കോസ് വിക്സ് ഈസ് വെരി ലോവർ എന്നുള്ളത്. അത് മാത്രമല്ല വേറെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും അവിടെ കാണുന്നില്ല. അതായത് നിഫ്റ്റി ബേസ്ഡ് കമ്പനികളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിലൊന്നും കാണുന്നില്ല എന്നുള്ള ഇതും കൂടെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാനൊന്ന് ഡേറ്റ ശരിക്കും നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 10 കൊല്ലം, ഈ 10 കൊല്ലം ലാസ്റ്റ് 10 ഡേയ്സ്, അതായത് December 20 മുതൽ December 31 വരെയുള്ള 10-11 ദിവസത്തെ റിട്ടേൺ ഞാനൊന്ന് നോക്കിയപ്പോൾ 2015 പ്ലസ് 2.4% ആയിരുന്നു, 2016 പ്ലസ് 1.3%, 2017 പ്ലസ് 0.8% ആണ് മാർക്കറ്റ് അപ്വേർഡായിട്ട് മൂവ് ചെയ്ത്. 2018 എന്നാൽ ചെറിയൊരു നെഗറ്റീവാണ്, അതായത് 0.8% ആയിരുന്നു ഈ ലാസ്റ്റ് ട്രേഡ് ഡേ, അതായത് മൈനസ് 0.8% എന്നുള്ളത്. 2019 ഏതാണ്ട് 2018 പോലെ തന്നെ 0.8% ഡൗൺ ആയിരുന്നു ലാസ്റ്റ് 10 ദിവസം എന്നുള്ള. എന്നാൽ 2020 വന്നപ്പോഴത്തേക്കും പ്ലസ് 1.6%, അതായത് കോവിഡ് ഇയർ ആണ്. ആ ഇയർ നമ്മൾ എൻഡ് ചെയ്ത് ലാസ്റ്റ് 10 ഡേയ്സ് കഴിഞ്ഞാൽ പ്ലസ് 1.61% റിട്ടേണിലായിരുന്നു. 2021 ആയപ്പോഴത്തേക്കും ബമ്പർ റിസൾട്ട്, അതായത് 4.5% ഒരു ബമ്പപ്പാണ് ലാസ്റ്റ് 10 ഡേയ്സ് വന്നത്. 2022 ജസ്റ്റ് ഒരു നെഗറ്റീവാണ്, മൈനസ് 1.5%, ഭേദപ്പെട്ട രീതിയിൽ നെഗറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. 2021 ഏതാണ്ട് പ്ലസ് 2.7%, 2024 0.2%. അപ്പോൾ ഇത്രയും പറഞ്ഞത് ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ ഒരു ഡേറ്റയാണ്. എന്നാൽ അതൊന്ന് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്ത് 30 ഇയേഴ്സായിട്ട് നമ്മൾ എടുക്കാൻ നേരത്ത് ഏതാണ്ട് 2.8% ആവറേജ് റിട്ടേൺ കിട്ടുന്നുണ്ട്. അതായത് 30 കൊല്ലത്തിൽ 23 പ്രാവശ്യവും മാർക്കറ്റ് ലാസ്റ്റ് 10 ഡേയ്സ് അല്ലെങ്കിൽ 11 ഡേയ്സ് പ്ലസ് ആയിരുന്നു എന്നുള്ള ഡേറ്റയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് നമുക്കൊന്ന് മനസ്സിലാവുന്നത്. എന്നാൽ വേറൊരു ഡേറ്റ സൂചിപ്പിക്കുന്നത് ലാസ്റ്റ് 5 ഡേയ്സ് ആഫ്റ്റർ December 25, അതായത് December 26 മുതൽ December 31 വരെ ഏതാണ്ട് ലാസ്റ്റ് കുറച്ച് കൊല്ലമായിട്ട് കാണിക്കുന്നത് ഇൻഡെക്സ് കയറുന്നതിൻ്റെ കൂടെ ബ്രോഡർ മാർക്കറ്റായിട്ടുള്ള നമ്മൾ സാധാരണ പറയുന്നത് സ്മിഡ് എന്നാണ്. സ്മിഡ് എന്ന് പറയുന്നത് വെച്ചാൽ സ്മോൾ പ്ലസ് മിഡ് ക്യാപ്പ് ഇൻഡെക്സ്. അതിനെ നമ്മൾ സ്മിഡ് എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കാറുണ്ട്. അതായത് സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റ് ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്, മേ ബി ലാസ്റ്റ് 5 ഡേയ്സ് എന്ന് വേണമെങ്കിൽ പറയാം, ഫ്രം 26 to December 31 പല കൊല്ലങ്ങളായിട്ടുള്ള ഡേറ്റ കാണിക്കുന്നത് വെച്ചാൽ എലോങ് വിത്ത് ദ ഇൻഡെക്സ് മൂവ്മെൻറ്റ് ഈ സ്മിഡ്, സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പും ഒരു നല്ല രീതിയിലുള്ള റാലി വരും എന്നുള്ളത്. അപ്പോൾ ഇൻ ടോട്ടോ മാർക്കറ്റിൽ അനലിസ്റ്റുകളുടെ പ്രഡിക്ഷൻ, നമ്മുടെ പ്രഡിക്ഷനേ അല്ല, അനലിസ്റ്റുകളുടെ പ്രഡിക്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് ഗോണ ബി എ സാന്റാക്ലോസ് റാലി എന്നുള്ളതാണ് പറയാൻ പോകുന്നത് എന്നുള്ളത്, അതായത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വാൾ സ്ട്രീറ്റിൽ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, അമേരിക്കയിൽ സാന്റാക്ലോസ് റാലി ഈസ് ഓൺ. അത് അമേരിക്കൻ മാർക്കറ്റ്സിൽ മാത്രമല്ല, എസ്പെഷ്യലി AI സ്റ്റോക്സിലും ഒരു സാന്റാക്ലോസ് റാലി ഉണ്ട് എന്നുള്ളതാണ്. അതിനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇന്നലെ വന്നൊരു ഡേറ്റ നമ്മൾ പറഞ്ഞിരുന്നു, GDP ഡേറ്റ വരുന്നത്. GDP ഡേറ്റ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഫാബുലസ് ഫിഗർ ആണ് എന്നുള്ളതാണ്. എനിക്കൊന്ന് 3rd ക്വാർട്ടറിൽ US എക്കണോമി എക്സ്പാൻഡ് ചെയ്തു അറ്റ് എ ഫാസ്റ്റസ്റ്റ് പേസ് ഇൻ 2 ഇയേഴ്സ്. 2 കൊല്ലത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റേറ്റിൽ, ആ ഫാസ്റ്റസ്റ്റ് പേസിലാണ് US എക്കണോമി ഗ്രോ ചെയ്തതെന്നുള്ളതാണ്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള GDP നമ്പേഴ്സ് വന്ന ഫിഗർ എന്ന് വെച്ചാൽ 4.3% ഇൻ സെപ്റ്റംബർ ക്വാർട്ടർ.
4.3% ഇൻ സെപ്റ്റംബർ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ആലോചിക്കണം. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ 3.2%. 3.2 എക്സ്പെക്ട് ചെയ്ത സ്ഥലത്ത് 4.3% ഇത്രയും വലിയൊരു എക്കണോമി മൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാസീവ് ഗ്രോത്ത് അല്ലെങ്കിൽ മാസീവ് ഫിഗർ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ബ്യൂറോ ഓഫ് എക്കണോമിക് അനാലിസിസ് ആണ് ഈ റിപ്പോർട്ട് ഒന്ന് റിലീസ് ചെയ്തതെന്ന് പറയാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ബ്ലൂംബർഗിൽ പല അനലിസ്റ്റുകളും പറഞ്ഞ എക്സ്പെക്റ്റേഷനിൽ ഒരുമാതിരി എല്ലാ എക്സ്പെക്റ്റേഷനെയും ബീറ്റ് ചെയ്ത് എക്സെപ്റ്റ് ഒരു ഫോർകാസ്റ്റ് മാത്രം പറഞ്ഞ പോലെ ഏതാണ്ട് ഇതേ രീതിയിൽ വന്നു എന്നുള്ളതാണ്. ബാക്കി എല്ലാവരേക്കാട്ടിലും ഭയങ്കരമായിട്ട് ഔട്ട് പെർഫോം ചെയ്താണ് GDP എസ്റ്റിമേറ്റ്സ് വന്നതെന്നുള്ള. ബട്ട് ഇതിനകത്ത് ഒരു ചെറിയൊരു ആർഗ്യുമെൻറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ ഇത് ബാക്ക് എൻഡ് ഡേറ്റയാണ്, അതായത് ബാക്ക് ഡേറ്റഡ് ആണ് അല്ലെങ്കിൽ ബാക്ക് കാൽക്കുലേറ്റഡ് ആണ് എന്നുള്ളതാണ് കാര്യം. അവിടെ നമുക്കറിയാലോ ഈ പറയുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ ഈ ഷട്ട് ഡൗൺ കാരണം കുറേ ഡേറ്റാസ് ഡിലേ ആയി എന്നുള്ളത്. ഇത് October 30th പബ്ലിഷ് ചെയ്യേണ്ട ഒരു ഡേറ്റയാണ് ഇപ്പോൾ ഏതാണ്ട് ഡിസംബറിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ അവർ പറയുന്നത് ഇത് ലേറ്റസ്റ്റ് ഡേറ്റയൊന്നുമല്ല, പാസ്റ്റ് ഡേറ്റ ആണ് എന്നുള്ളതാണ്. ബട്ട് ഓവറോൾ നമ്മളൊന്ന് നോക്കാൻ നേരത്ത് ഈ ടാരിഫിൻ്റെ ഇഷ്യൂസും പല ടെൻഷൻസും അതുപോലെ US തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. പല അനലിസ്റ്റുകളും പറഞ്ഞത് US വിൽ ഗെറ്റ് ഇൻ ടു എ റിസെഷൻ, റേറ്റ് കട്ട് ഉണ്ടാവില്ല, ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കയറും ടാരിഫിൻ്റെ കാരണം എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഇതേപോലത്തെ 4.3% GDP ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമി കൊണ്ടുവന്നു എന്ന് പറയുന്നത്. അത് വെറും എന്താ പറയുക ഒരു ഡേറ്റ ആയിട്ട് മാത്രം കണക്കാക്കാൻ പറ്റില്ല, സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് ആണ്. അത് ബാക്ക് എൻഡഡ് ആയിക്കോട്ടെ, ബാക്ക് കാൽക്കുലേറ്റഡ് ആയിക്കോട്ടെ, ബാക്ക് ഡേറ്റഡ് ആയിക്കോട്ടെ, അതിന് വലിയ റെലവൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് മറ്റൊരു ഡേറ്റ വരുന്നത് വെച്ചാൽ കൺസ്യൂമർ സ്പെൻഡിങ് ഓൾസോ അപ്പ് 3.5% ഇൻ Q3. അതായത് Q2 2.5% ആയിരുന്നു എന്നുള്ളത് ഏതാണ്ട് 3.5% ആയിട്ട് ഉയർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് തിയറട്ടിക്കലി നോക്കുകയാണെങ്കിൽ ഹൈ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യതകളെ മങ്ങിപ്പിക്കുന്നു എന്നുള്ളത്. സാധാരണ നമ്മളെന്താ ഗ്രോത്ത് കുറയുമ്പോൾ ഗ്രോത്തിനെ ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇൻഫ്ലേഷൻ കൺട്രോളിലായിരിക്കണം എന്നുള്ള. എപ്പോഴാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നത്? അതായത് GDP ഗ്രോത്തിന് വലിയ കുഴപ്പമില്ല, പക്ഷേ ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു എന്നുള്ള പറയുമ്പോൾ ഇൻഫ്ലേഷനെ ഒന്ന് താത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ലിവർ കൂട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദാറ്റ് അമേരിക്കൻ എക്കണോമി is growing better than expected. So what is the point in having a rate cut? അതായത് ഗ്രോത്തിന് വേണ്ടി റേറ്റ് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇൻസ്റ്റഡ് ഇൻഫ്ലേഷൻ നോക്കിയിട്ട് ഇൻഫ്ലേഷൻ കൂടുതലാണെങ്കിൽ ഇൻഫ്ലേഷനെ പിടിച്ചു നിർത്താനായിട്ട് റേറ്റ് കട്ട് ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഔട്ട്കം വരുന്നത്. ബട്ട് പ്രത്യേക സാഹചര്യങ്ങളാൽ, അതായത് ഈ കെൻഷ്യൻ മോഡൽ ഓഫ് എക്കണോമിക്സ്, അതായത് ഇപ്പോൾ ട്രംപ് ഫോളോ ചെയ്യുന്നത് എന്താ, മോർ മണി ഇൻ ടു ദ സിസ്റ്റം, കിക്ക് സ്റ്റാർട്ട് ദ എക്കണോമി, ഇൻഫ്ലേഷൻ ക്യാൻ ബി കൺട്രോൾഡ് എന്നുള്ള രീതിയിലാണ് അവർ വിശ്വസിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനും എക്സ്പെക്ട് ചെയ്യുന്നത് റേറ്റ് കട്ട് ഇനിയും ഉണ്ടാവണം എന്ന് തന്നെയാണ്. ഏതായാലും ഇപ്പം നല്ല ഭേദപ്പെട്ട റേറ്റ് കട്ട് US ഫെഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. മാർക്കറ്റ് ഇപ്പോഴും 2026 നമ്മൾ ഏത് അനലിസ്റ്റുകളെ, ബ്ലൂംബർഗിൻ്റെ അനലിസ്റ്റുകളെ നോക്കിയാലും റോയിറ്റേഴ്സിൻ്റെ അനലിസ്റ്റുകളെ നോക്കിയാലും വാൾ സ്ട്രീറ്റിൽ പൊതുവെ കൺസെൻസസ് ആയിട്ട് എല്ലാവരും പറയുന്നത് 2026 വീണ്ടും 2 റേറ്റ് കട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ട്രംപിൻ്റെ നോമിനിയാണ് വരുന്നതെങ്കിൽ അത് ചിലപ്പോൾ ഹയർ ബേസിസ് പോയിൻറ്റ്സ് ആയിരിക്കും എന്നുള്ളൊരു ഓപ്റ്റിമിസം കൂടെ US മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ബട്ട് ഇത്രയും നല്ല ഗുഡ് നമ്പേഴ്സ് വരുമ്പോൾ ഒരു ചെറിയൊരു കല്ലുകടിയായിട്ട് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ആണ്. അതായത് അമേരിക്കയിലെ തന്നെ കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ഫോർ December 2025 വന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ 89.1 എക്സ്പെക്റ്റേഷൻ 91 ആയിരുന്നു എന്നുള്ളതാണ്. ഇത് ഡിസംബർ ഫിഗേഴ്സാണ്. നവംബറിൽ ഇത് വന്നത് 92.9 ആണ്. ഇപ്പം 92.9 നിന്ന് താന്ന് 89.1 ആണ് കൺസ്യൂമറിൻ്റെ കോൺഫിഡൻസ് വന്നത്. എക്സ്പെക്റ്റേഷൻ 91 ആയിരുന്നു, അതിൽ നിന്ന് കുറഞ്ഞു. അതായത് കൺസ്യൂമറിനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ചെറിയൊരു അൺസർട്ടനിറ്റി ഉണ്ട്. അതായത് ഇത് നോക്കുകയാണെങ്കിൽ 5th കൺസിക്യൂട്ടീവ് ഡിക്ലൈൻ ആണ് ഈ കൺസ്യൂമർ കോൺഫിഡൻസ് നമ്പർ എന്ന് പറയുന്നത്. അതായത് ലോവസ്റ്റ് സിൻസ് ഏപ്രിൽ എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇത്രയും മിക്സഡ് ആയിട്ടുള്ളൊരു ക്യൂസാണ് അമേരിക്കൻ മാർക്കറ്റിൽ വരുന്നതെന്നുള്ള. ബട്ട് ഈവൻ ദെൻ നമ്മൾ വാൾ സ്ട്രീറ്റിൽ നോക്കുകയാണെങ്കിൽ വാൾ സ്ട്രീറ്റ് ഈസ് ഹാപ്പി ആൻഡ് ദ സാന്റാക്ലോസ് റാലി ഈസ് ഓൺ, നമുക്കറിയാലോ. അപ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇന്ന് US മാർക്കറ്റ്, അതായത് ഇന്ന് രാത്രി US മാർക്കറ്റ് 1 മണിക്കൊക്കെ, അതായത് നേരത്തെ ക്ലോസ് ചെയ്യുന്നുള്ളൂ. കാര്യം അവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നേരത്തെ ക്ലോസ് ചെയ്തിട്ട് എല്ലാവരും വെക്കേഷനും ഫാമിലിയുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളതാണ്. അവിടെയൊക്കെ വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്കിന്ന് ഫുൾ ഡേ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ്. S&P 500 0.46% അപ്പായിരുന്നു. നാസ്ഡാക്ക് 0.75
0.57% അപ്പായിരുന്നു. ഡൗ ജോൺസ് 0.16% അപ്പായിരുന്നു എന്നുള്ള AI ട്രേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ AI ട്രേഡ് ഇസ് ഓൺ. ഇപ്പം നമ്മൾ പലാന്റിയർ നോക്കുകയാണെങ്കിലും NVIDIA, ബ്രോഡ്കോം ഒക്കെ ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് 2% തൊട്ട് 3% വരെ അപ്പായിരുന്നു. സോ അവിടെ പ്രോബ്ലങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നുള്ളത്. ട്രഷറി മാർക്കറ്റിലേക്ക് ഒന്ന് ഡേറ്റാ പോയിന്റ് നോക്കുകയാണെങ്കിൽ 10-year US ബോണ്ട് yield എന്ന് പറയുന്നത് ചേഞ്ച്ഡ് ലിറ്റിൽ, വലിയ രീതിയിലൊന്നും മാറ്റം വന്നില്ല, 4.17%. സോ ആ ക്യൂവും നമുക്ക് ഒരു ഇൻഫർമേഷനും തരുന്നില്ല. ഓയിലിനെ നോക്കുകയാണെങ്കിൽ ഓയിലും സ്റ്റഡി ഏതാണ്ട് $62 per barrel എന്നുള്ള രീതിയിൽ നിൽക്കുന്നു എന്നുള്ള. എന്നാൽ ഡോളർ ഇൻഡെക്സ് ഡേറ്റ ഒന്ന് നോക്കുകയാണെങ്കിൽ ഡോളർ കണ്ടിന്യൂസ് ടു ഫോൾ. അതായത് ബാസ്ക്കറ്റ് ഓഫ് കറൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഡോളറിനെ നോക്കുകയാണെങ്കിൽ ഡോളർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്രീഷിയേറ്റ് ചെയ്യണു. അതായത് സ്ലിപ്സ് ബിലോ 98 എന്ന് പറയുന്ന ഫിഗറിന് താഴെ പോയിരിക്കുന്നു എന്നുള്ള. ഡോളർ നമ്മൾ 2025 നോക്കുകയാണെങ്കിൽ -9.6% ആയിരുന്നു. അതായത് ഡോളർ ഡിപ്രീഷിയേറ്റഡ്, ഡോളറിൻ്റെ വാല്യൂ 9.6% കുറഞ്ഞിരിക്കുന്നു എന്നല്ല. അതായത് ബിഗ്ഗസ്റ്റ് ആനുവൽ ഫോൾ സിൻസ് 2017. അതായത് നമ്മൾ ഇന്ന് December 24 വരെയുള്ള ഡേറ്റ വെച്ച് നോക്കുമ്പോൾ December 2017 ശേഷം ഏറ്റവും വലിയ ഫോളാണ് കാണുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഒരു US നിന്ന് നമ്മൾ ഡേറ്റ നോക്കാൻ നേരത്ത് ബാക്കിയുള്ള ഡേറ്റാസൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോൾ തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നമ്മളിപ്പോൾ AI ട്രേഡിൻ്റെ കാര്യം പറഞ്ഞു, US-ഉം ചൈനയും തമ്മിലുള്ള ട്രേഡ് ടെൻഷൻസ് ഒക്കെ പറഞ്ഞു. അവിടെ ഒരു എന്താ പറയുക വലിയൊരു ഡിബേറ്റ് ആയിരുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് നമ്മുടെ ഈ ചൈന അവരുടെ ഒരുപാട് സെമി കണ്ടക്ടേഴ്സ്, അതായത് ഓൾഡർ മോഡൽസ് ആയ സെമി കണ്ടക്ടേഴ്സ് ഡംപ് ചെയ്ത് US മാർക്കറ്റിനെ നശിപ്പിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഈ ഡംപിങ് ഓഫ് ചൈനീസ് സെമി കണ്ടക്ടേഴ്സ്, അതായത് ഇമ്പോർട്ട് ഓഫ് സെമി കണ്ടക്ടർ ഫ്രം ചൈന ഇൻ ടു US-ന് വലിയ റെസ്ട്രിക്ഷൻസ് വച്ചിരുന്നു എന്നുള്ളതാണ്. ബട്ട് ഇപ്പോൾ ഏതായാലും നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആ ഒരു റെസ്ട്രിക്ഷൻ തള്ളി നീക്കിയിരിക്കുന്നു. ആ ഡിസിഷൻ, ആ റെസ്ട്രിക്ഷൻ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. അതായത് ജൂൺ 2027 വരെ ഒരു റെസ്ട്രിക്ഷനും ചൈനീസ് സെമി കണ്ടക്ടർ ഇമ്പോർട്ടിന് US-ലേക്ക് ഇല്ല എന്നുള്ളതാണ്. ഇനി അഥവാ ജൂൺ 2027 അവർ താരിഫ് വയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ 30 ദിവസം മുമ്പേ, ഒരു മാസം മുമ്പേ എന്താണ് ടാരിഫ് റേറ്റ് എന്ന് പറഞ്ഞ് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ ജൂൺ 2027 വയ്ക്കൂ എന്നുള്ള പറയുന്നത്. ഇതൊരു വലിയൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു വലിയൊരു ഡീവിയേഷനാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിച്ചത് ഈ കാര്യങ്ങളിലൊക്കെ ട്രംപിൻ്റെ ആ ഒരു വാശി കാരണം കാര്യങ്ങൾ ടൈറ്റ് ആവും എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഇത് ടൈറ്റാക്കുന്ന ഇൻഡിക്കേഷനൊക്കെ കാണിച്ചെങ്കിൽ പോലും ഇപ്പോൾ ദാ ട്രംപ് ഭയങ്കരമായിട്ട് അയഞ്ഞിരിക്കുന്നു. അതായത് എന്തൊക്കെ കാരണങ്ങളാണോ ചൈനയും US-ഉം തമ്മിലുള്ള ഒരു ടോക്സിന് വളരെ എന്താ പറയുക ഒരു നെഗറ്റീവായി നിൽക്കുന്നത്, അതിനെയൊക്കെ ട്രംപ് പതുക്കെ ഊരി ഒരു കൺജീനിയൽ എൻവയറൺമെൻറ്റ് ഫോർ ട്രേഡ് ടോക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റീകൺസിലിയേഷന് വേണ്ടിയിട്ട് ട്രംപ് ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിനെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ചൈനയെ സംബന്ധിച്ച് ഗുഡ് ന്യൂസാണ് അമേരിക്ക കൊടുത്തതെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നല്ല ന്യൂസ് അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം. അതിനകത്തൊരു നെഗറ്റീവായിട്ട് നമുക്ക് വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാലോ H-1B വിസ അതൊരു ലോട്ടറി സിസ്റ്റത്തിലാണ് അല്ലേ. ആ ലോട്ടറി സിസ്റ്റം എന്ന് പറയുന്നത് അടുത്ത കാലത്ത് ട്രംപ് പറഞ്ഞത് അതിൻ്റെ ഫീസ് മാസീവായിട്ട്, അതായത് $100,000 ആയിട്ട് H-1B വിസയുടെ ഫീസ് ഇൻക്രീസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എന്നുള്ള. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ഏതാണ്ട് ആ ലോട്ടറി സിസ്റ്റത്തിൻ്റെ ആ സിസ്റ്റം തന്നെ കംപ്ലീറ്റ് അങ്ങ് ചേഞ്ച് ചെയ്യണം, ഏതാണ്ട് സ്ക്രാപ്പ് ചെയ്തിട്ടൊരു പുതിയ ഒരു രീതിയിലാണ് വരുന്നത്. കാര്യം അമേരിക്കയുടെ ആക്ഷേപം എന്താണെന്ന് വെച്ചാൽ അതായത് മറ്റുള്ള രാജ്യങ്ങൾ എസ്പെഷ്യലി ഇന്ത്യ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് H-1B വിസ എന്ന് പറയുന്ന ആ ഒരു റെജീമിൻ്റെ ആ ഒരു പ്രോസസ്സ് വഴി ചീപ്പായിട്ടുള്ള ലേബറിനെ US-ലേക്ക് കടത്തിയിട്ട് US-ലെ ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ്, സാലറി, വേജസ് ഒക്കെ കുറയുകയാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ സിസ്റ്റം കംപ്ലീറ്റ് മാറ്റിയിട്ട് ഒരു വെയ്റ്റഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതായത് ഒരു പുതിയൊരു സിസ്റ്റമാണ്. അതായത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ വിസ അപ്ലൈ ചെയ്യുന്നത് അവരുടെ സാലറി, അവരുടെ സ്കിൽ ലെവലിനും ഒരു വെയിറ്റേജ് കൊടുത്തിട്ടായിരിക്കും ഒരു ലോട്ടറി സിസ്റ്റത്തിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകണമെന്നുള്ളത്. അതായത് ഞങ്ങൾ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ ലേബറേഴ്സിനെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു US, ബട്ട് ഈ പറയുന്ന പോലെ ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ചീപ്പ് ലേബറിനെ ഇവിടെ തള്ളി ഞങ്ങളുടെ സിറ്റിസൻസിനുള്ള ഓപ്പർച്യൂണിറ്റിയും സാലറിയും വേജസും കുറയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിലേക്കാണ് അത് വരുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് സെവറൽ കമ്പനീസ് ഹാവ് ബീൻ മിസ്യൂസിങ്
ദ H1B വിസ റെജീം. അതുകൊണ്ട് ഞങ്ങൾ അതിനൊരു ഓവറോൾ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് അവർ പറഞ്ഞേക്കണേ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു February 27, 2026 മുതൽ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ചേഞ്ച് ആവും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിറ്റ് ഓഫ് നെഗറ്റീവ് ഫോർ ഇന്ത്യൻ IT കമ്പനീസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ IT കമ്പനീസ് ആർ ഓൾറെഡി പ്രിപ്പയർഡ് ഫോർ ദിസ്. ദിസ് ഇസ് നോട്ട് ഒരു സർപ്രൈസിങ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ എലക്ഷൻസും സ്റ്റോക്ക് മാർക്കറ്റിലും രണ്ട് കാര്യങ്ങളും. നിങ്ങൾക്ക് ഈ എലക്ഷൻസിൽ നിങ്ങൾ ഒരു കാര്യം വെച്ച് നിങ്ങളൊരു എലക്ഷൻ ഫൈറ്റ് ചെയ്തു എന്ന് വെച്ചോ, അത് ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് അവർക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണെന്ന് വയ്ക്കുക. ആ ഒരു കാര്യം ഒരു ഇലക്ഷനിൽ പ്രതിഫലിച്ചു കഴിഞ്ഞാൽ ആ സെയിം ഇഷ്യൂ അടുത്ത ഇലക്ഷനിൽ പ്രതിഫലിക്കാറില്ല എന്ന് പറഞ്ഞ പോലെ ഈ H1B വിസയുടെ കാര്യത്തിലും ഈ പറയുന്ന പോലെ നമ്മൾ 2025 മിഡോടുകൂടി ഈ പറയുന്ന പോലെ H1B വിസയുടെ ത്രട്ടൊക്കെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞതാണ്. അതുമുതൽ മാർക്കറ്റ് അതിന് പ്രിപ്പയർഡാണ്. ഇന്ത്യൻ IT കമ്പനീസും അതിന് പ്രിപ്പയർഡ് ആയിരിക്കും. വേഴ്സ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മുടെ IT കമ്പനീസിൻ്റെ പ്രൈസും വാല്യുവേഷനും സൂചിപ്പിച്ചതെന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന ഒരു ന്യൂസ് ചിലപ്പോൾ സെൻറ്റിമെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ പോലും ചിലപ്പോൾ അത് വലിയ രീതിയിൽ സ്റ്റോക്ക് പ്രൈസിൽ ചെറിയൊരു ഇടിവ് വന്നേക്കാന്നല്ലാതെ മാസീവായിട്ടുള്ള ഒരു H1B വിസയുടെ ഇഷ്യൂ ഒന്നും ഇന്ത്യൻ IT കമ്പനീസിൽ വരാൻ സാധ്യതയില്ല. ഞാൻ നോക്കിയിട്ടില്ല IT ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, ഇതൊക്കെ അമേരിക്കൻ ക്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത് പ്രഷ്യസ് മെറ്റൽസ് തന്നെയാണ്. അതായത് ഹിസ്റ്റോറിക് ബുൾ റൺ ഇസ് ഹാപ്പനിങ് പ്രഷ്യസ് മെറ്റൽ ലൈക്ക് ഗോൾഡ്, സിൽവർ ആൻഡ് പ്ലാറ്റിനം എന്നുള്ളത്. അതായത് നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ ജനങ്ങളുടെ ഒരു എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നുള്ളൂ. എന്നാൽ നമ്മുടെ ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സ് ഹോൾഡ് ചെയ്യുന്നത് വളരെ വലിയ രീതിയിലുള്ള വളരെ ഹൈ ക്വാണ്ടം ഓഫ് പ്രഷ്യസ് മെറ്റൽസ് ആണ്. എസ്പെഷ്യലി ഗോൾഡ്, സിൽവറിനെയും പ്ലാറ്റിനത്തിനെയും കാട്ടിലും, പ്ലാറ്റിനവും സിൽവർ ഒന്നിനെക്കാട്ടിലും ഗോൾഡിന് എപ്പോഴും ഇന്ത്യൻ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ ഇന്ത്യൻ കൾച്ചറിൽ വലിയൊരു സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സ് ഹാവ് ഗ്രോൺ റിച്ചർ ഇൻ ദ ഇയർ ഓഫ് 2025 എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് കാര്യങ്ങളാണ് ഈ പ്രഷ്യസ് മെറ്റൽസിനെ ഡ്രൈവ് ചെയ്തത്. ഒന്നാമത്തെ കാര്യം യുഎസിലെ റേറ്റ് കട്ട് കാരണം തന്നെ പ്രഷ്യസ് മെറ്റൽസിന് നന്നായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ടാരിഫിൻ്റെ ഒരു ഗ്ലോബൽ അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നതും ഈ പ്രഷ്യസ് മെറ്റലിന് പോസിറ്റീവ് ആയിരുന്നു. പിന്നെ പൊതുവെയുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എപ്പോഴും വരുമ്പോൾ ഈ പറയുന്ന പോലെ പ്രഷ്യസ് മെറ്റൽസ് അല്ലെങ്കിൽ ഗോൾഡിനൊക്കെ വളരെ ഒരു അട്രാക്ഷൻ വരും എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ കറൻസിയിലുള്ള ഫെയ്ത്ത് പോകുമ്പോഴും പൈസ ഇതേപോലുള്ള പ്രഷ്യസ് മെറ്റൽസിലേക്ക് ചെന്ന് പെടാറുണ്ട് എന്നുള്ളത്. അതായത് ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ ടു സേഫ്റ്റി അസറ്റ്സ് എന്നുള്ള രീതിയിലേക്കാണ് പ്രഷ്യസ് മെറ്റൽസ് എസ്പെഷ്യലി ഗോൾഡിലേക്ക് പൈസ പോണേന്നുള്ള. പിന്നെ ഇൻഫ്ലേഷൻ്റെ കൺസേൺ, ഇപ്പോൾ US ഈ ടാരിഫ് കാരണം ഇൻഫ്ലേഷൻ വരുമോ എന്നുള്ളൊരു പേടി കാരണം പൈസ പോയിരുന്നു ഗോൾഡിലേക്ക് എന്നുള്ള. പിന്നെ സെൻട്രൽ ബാങ്ക്സും അവരുടെ എല്ലാ ഈ ഗോൾഡ് റിസർവ്സും പല രാജ്യങ്ങളുടെയും ഗോൾഡ് റിസർവ്സ് ഇൻക്രീസ് ചെയ്തത് കാരണം ഗോൾഡിന് ഭയങ്കര രീതിയിൽ ഡിമാൻഡ് വന്നു. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഈ പ്രഷ്യസ് മെറ്റൽസിന് ഒരു ഇമ്പോർട്ടൻസ് വരാനായിട്ടുള്ള കാര്യം ഈ ന്യൂ ഏജ് ടെക്നോളജിയിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രീൻ എനർജി, ഇലക്ട്രിക് വെഹിക്കിൾസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇലക്ട്രോണിക് കമ്പോണൻസ്, ഈ കാര്യങ്ങൾക്കൊക്കെ ഇത് പ്രഷ്യസ് മെറ്റൽസിലെ പല മെറ്റൽസും ഉപയോഗിക്കുന്നത് കാരണം തന്നെ പ്രഷ്യസ് മെറ്റൽസ് വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു 2025. അതിൽ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിൽവർ ആണ് എന്നുള്ളതാണ്. സിൽവറിന് രണ്ട് റോളാണ് സിൽവറിനുള്ളത്. ഒന്ന് ഒരു പ്രഷ്യസ് മെറ്റൽ ആണ്, ജ്വല്ലറി ആണ് എന്നൊക്കെയുള്ള ഒരു ഓർണമെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രിയൽ മെറ്റലും കൂടെയാണ് സിൽവർ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പല ടെക്നോളജിയിലും, അതായത് നമ്മൾ ഇന്ന് കാണുന്ന പല ന്യൂ ഏജ് ടെക്നോളജിയിലും സിൽവർ നന്നായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു ഡബിൾ എഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റാണ് ശരിക്കും പറഞ്ഞാൽ സിൽവറിന് ഉണ്ടായിരിക്കുന്നത്. റെക്കോർഡ് ഹൈ ഓഫ് $72 per ounce എന്ന രീതിയിലേക്ക് വന്നു എന്നുള്ളത്. ഇന്നലെ എനിക്കൊന്ന് ഓവർനൈറ്റ് 5% ഒരു അപ്പ് മൂവാണ് അതിനകത്ത് നടന്നത്. ഇയർ ടു ഡേറ്റ് നോക്കുകയാണെങ്കിൽ 130 to 145% റിട്ടേൺ ആണ് സിൽവർ തന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഓൾറെഡി സിൽവറിന്റെ വില കൂടുമ്പോൾ ബെനിഫിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്പനിയെ കുറിച്ച് കൂടി ഓപ്പണിംഗ് അവേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ കാര്യമില്ല, അതായത് ഹിന്ദുസ്ഥാൻ സിങ്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്പോട്ട് ലൈറ്റിലും ഇതിനു മുമ്പേ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് കറക്റ്റ് അതായത് നമ്മൾ പറഞ്ഞില്ല, അവർ ബേസിക്കലി ലെഡും സിങ്കും ഒക്കെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, സ്മെൽറ്റിംഗ് ഒക്കെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിലും സിൽവർ എന്ന് പറയുന്നത് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് അവർ
അവർക്ക് കിട്ടുന്നു എന്നുള്ളത് ചെറിയ രീതിയിൽ റവന്യൂ കോൺട്രിബ്യൂഷൻ ആണ് എങ്കിൽ പോലും പ്രോഫിറ്റ് മാർജിൻ അതിന് വളരെ ഹൈ ആണ്. നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. കാര്യം സിൽവറിന് വേണ്ടിയിട്ട് അവർ മെനക്കെടുന്നില്ല. അവരുടെ വേറെ എന്തോ മെയിൻ ലെവൽ ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് വളരെ ഹൈ മാർജിൻ സിൽവർ ബിസിനസ് ആണ്. സോ ഇറ്റ് ഈസ് എ പ്രോക്സി സിൽവർ സ്റ്റോറി എന്നുള്ള രീതിയിൽ നമ്മൾ ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ബിസിനസ്സിനെ നമ്മൾ അവതരിപ്പിച്ചു. റെക്കമെൻഡേഷൻ ആയിട്ടല്ല പറഞ്ഞതെന്നുള്ള. ഗോൾഡ് ഒന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2025 ഏതാണ്ട് 67 to 75% വരെ ഇൻക്രീസ് വന്നു എന്നുള്ളത്. അതായത് 2025 മാത്രം 50 പ്രാവശ്യം ഓൾ ടൈം ഹൈ അടിച്ച 50 പ്രാവശ്യം ഓൾ ടൈം ഹൈ അടിച്ചതാണ് ഗോൾഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഗോൾഡ് എന്ന് പറയുന്നതിന് കാരണങ്ങൾ വേറെ ഒന്നുമില്ലല്ലോ. അതായത് സേഫ് ഹെവൻ ബൈ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്ക് പറയാം. സേഫ് ഹെവൻ ബൈ. ലോകത്ത് എന്തൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടോ, അത് ഇൻഫ്ലേഷൻ്റെ കാര്യത്തിലായാലും ശരി, ജിയോ പൊളിറ്റിക്കൽ റിസ്കിൻ്റെ കാര്യത്തിലായാലും, കറൻസി ഡീവാല്യൂഷൻ്റെ കാര്യത്തിലായാലും ശരി, പല കാരണങ്ങൾ കൊണ്ടും, ടാരിഫിൻ്റെ കാര്യങ്ങളായാലും ശരി, ട്രേഡിൻ്റെ ഇഷ്യൂസ് ആണെങ്കിലും ശരി, ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ കാര്യങ്ങളാണെങ്കിലും ശരി, സേഫ് ടു അല്ല ഫ്ലൈറ്റ് ടു സേഫ്റ്റി അല്ലേ, സേഫ് ഹെവൻ ബൈ എന്നുള്ള രീതിയിൽ ഗോൾഡ് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്തു. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സെൻട്രൽ ബാങ്ക്സിൻ്റെ ബൈയിങ് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് $4,500 പെർ ട്രോയ് ഔൺസ് എന്ന് പറയുന്ന ലെവലും ബ്രേക്ക് ചെയ്തിരിക്കുന്നു. സോ ഫാന്റാസ്റ്റിക് മൂവ്മെൻറ്റ് ഇൻ സിൽവർ ആൻഡ് ഗോൾഡ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമ്മളിപ്പോൾ ജ്വല്ലറികളിൽ അഡ്വർടൈസ് ചെയ്യുന്ന മൂന്നാമത്തെ പ്രഷ്യസ് മെറ്റൽ എന്ന് പറയുന്നത് പ്ലാറ്റിനം ആണ് എന്നുള്ളതാണ്. 2025 മാത്രം ഏതാണ്ട് 95 to 96% റിട്ടേൺ പ്ലാറ്റിനം തന്നു എന്നുള്ള ഹയസ്റ്റ് ലെവൽ ഇൻ 17 years അല്ലേ. അതായത് ക്രോസിംഗ് $2,000 പെർ ഔൺസ് ഫോർ ദ ഫസ്റ്റ് ടൈം സിൻസ് 2008. ആ ലെവലിലേക്കാണ് പ്ലാറ്റിനത്തിൻ്റെ മൂവ്മെൻറ്റ് വന്നതെന്നുള്ള. ഓൾമോസ്റ്റ് ഡബിൾ എന്നുള്ള, അതായത് 95 to 96% റിട്ടേൺ കിട്ടി 2025 എന്നുള്ളതാണ്. പ്ലാറ്റിനവും ഇതേ പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രിയൽ മെറ്റലാണ്. പല നമ്മുടെ പറയുക പ്രെസിഷൻ കമ്പോണൻസിലും യൂസ് ചെയ്യുന്ന സാധനമാണ് പ്ലാറ്റിനം. അതർ ദാൻ ജ്വല്ലറി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു പ്രഷ്യസ് മെറ്റലായിട്ട് യൂസ് ചെയ്യുന്നതിനെ കൂടാതെ തന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ മെറ്റലായിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നുള്ളതാണ്. ആൻഡ് ഫൈനലി കോപ്പർ നമ്മൾ വിചാരിക്കുമ്പോൾ 30 to 40% ഇൻക്രീസ് 2025 തന്നു എന്നുള്ളതാണ്. അതായത് റെക്കോർഡ് ഹൈ, അതായത് $12,000 പെർ ടൺ എന്നുള്ള രീതിയിലേക്ക് കോപ്പർ വന്നു എന്നുള്ളതാണ്. ബേസിക്കലി നമുക്കല്ലോ ഈ കോപ്പർ എന്ന് പറയുന്നത് വളരെ വലിയൊരു വണ്ടർ മെറ്റീരിയലാണ്. അത് ഈ ന്യൂ ഏജ് ടെക്നോളജി ആയിട്ടുള്ള നമ്മൾ AI, ഡേറ്റാ സെൻറ്റർ, അതുമാത്രമല്ല ഈ AIയും ഡേറ്റാ സെൻറ്ററിനും ഒരുപാട് പവർ വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പവർ റിഫോംസ് അല്ലെങ്കിൽ പവറിൻ്റെ അവിടെ വന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇലക്ട്രിഫിക്കേഷൻ, ഇതൊക്കെ ബേസിക്കലി കോപ്പർ ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ കോപ്പർ എന്ന് പറയുന്നതും നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, അങ്ങനെ കോപ്പറിന് അങ്ങനത്തെ ഒരു ഗ്രോത്ത് ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ കോപ്പർ എന്ന് പറയുന്നത് സേഫ് ഹെവൻ ബൈയിങ് ഒന്നുമല്ല, സെൻട്രൽ ബാങ്ക് ബൈ ചെയ്യുന്ന ഒരു മെറ്റലും അല്ല എന്നറിയാം. ബട്ട് ദ ന്യൂ ഏജ് ടെക്നോളജി ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സെൻറ്റർ, ഇലക്ട്രിക് വെഹിക്കിൾസ്, പവർ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഡിപ്ലോയ്മെൻറ്റ്, ഗ്രിഡിൻ്റെ ഡിപ്ലോയ്മെൻറ്റ്, ഈ ഒരുപാട് ഇലക്ട്രിക്കൽ ഗുഡ്സ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇതെല്ലാം കോപ്പറിൻ്റെ ഡിമാൻഡിനെ ഡ്രൈവ് ചെയ്യും എന്നുണ്ടെങ്കിൽ, അതായത് വരും ദിവസങ്ങളിൽ, അതായത് 2026ഉം 2027ലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാച്ച് ഔട്ട് ഫോർ ഇന്ത്യൻ സ്റ്റോക്സ് ലൈക്ക് ഹിന്ദുസ്ഥാൻ കോപ്പർ ആൻഡ് ഹിൻഡാൽകോ എന്നുള്ള രീതിയിലും നമ്മൾ ഈ രണ്ട് സ്റ്റോക്കിനെയും ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രത്യേകിച്ച് ഹിൻഡാൽകോനെ നമ്മൾ സ്പോട്ട്ലൈറ്റ് പലപ്പോഴായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബട്ട് ആസ് ഓഫ് നൗ നമ്മൾ ഇവരൊക്കെയാണ് സ്റ്റാർസ് ഓഫ് 2025 അല്ലേ. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വലിയ രീതിയിൽ ആൾക്കാർ പൈസ ഉണ്ടാക്കിയില്ലെങ്കിലും ഗോൾഡും സിൽവറും പ്ലാറ്റിനവും സിൽവറും ഒക്കെ നല്ല രീതിയിൽ തന്നത് കാരണം നമുക്ക് 2025 സ്റ്റാർസ് ആരാന്ന് ചോദിച്ചാൽ ഈ പ്രഷ്യസ് മെറ്റലിൽ നിന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. ബട്ട് ആസ് ഫാർ ആസ് മീ ഈസ് പേഴ്സണലി കൺസേൺ, എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് മെഗാ സ്റ്റാർ ഓഫ് 2025. എൻ്റെ അടുത്ത് ആരാന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയും. കാര്യം എന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടേൺ തന്നുകൊണ്ടല്ല, ആക്ച്വലി റിസർവ് ബാങ്കിൻ്റെ ആക്ഷൻസ് വളരെ അണ്ടർ എസ്റ്റിമേറ്റഡ് ആണ്. അതായത് നമ്മളിപ്പോൾ ആലോചിക്കുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ഭൂരിഭാഗം എന്നല്ല, എൻ്റെ 100% വെൽത്തും ഇക്വിറ്റീസിലാണ് എനിക്കുള്ളത്. ഒറ്റ വീട് മാത്രമേ എനിക്കുള്ളൂ എന്നുള്ളതാണ്. എനിക്ക് എന്ത് പൈസ കിട്ടാലും ഞാൻ ആലോചിക്കുന്നത് ഈ പൈസയ്ക്ക് എത്ര സ്റ്റോക്ക് മേടിക്കാൻ പറ്റും എന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന എന്നെ സംബന്ധിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് 2025 ഭേദപ്പെട്ട റിട്ടേൺ ഒന്നും ഇപ്പോൾ 2024 2023 തന്ന പോലെ ഒന്നും റിട്ടേൺ ഒന്നും നമുക്ക് 2025 തന്നില്ല. ബട്ട് ഈവൻ ദെൻ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് കഴിഞ്ഞു, നമുക്കിനി റീവൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനി വരുന്ന കൊല്ലം 2026 എങ്ങനെയായിരിക്കണം എൻ്റെ ഇക്വിറ്റീസ് അല്ലെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫോം ചെയ്യേണ്ടതെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ വെറുതെ പ്രെഡിക്റ്റ് ചെയ്താൽ മാത്രം പോരാ, അതായത് ആഗ്രഹിച്ചിട്ട് മാത്രം പോരാ, ഡ്രീം ചെയ്താൽ മാത്രം പോരാ, അതിന് എന്തെങ്കിലും ഫണ്ടമെൻ്റലായിട്ടുള്ള സ്ട്രക്ചറലായിട്ടുള്ള റീസൺസ് ഉണ്ടോ എന്ന് വേണം നമ്മൾ നോക്കാനെന്നില്ല. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ
2026 വളരെ എക്സൈറ്റഡ് ആവാൻ കാര്യം വാല്യുവേഷൻസും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ള കോൺഫിഡൻസിനെക്കാട്ടിലും RBIയുടെ ചില മൂവ്സ് ആണെന്നുള്ളത്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളധികം എനിക്ക് തോന്നുന്നു മലയാളം മീഡിയ അല്ലെങ്കിൽ പൊതുവേ തന്നെ ബിസിനസ് ചാനൽസ് ഈ RBIയുടെ റോള് ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുള്ള. നമ്മൾ പറയുന്നത് സ്മോൾ ക്യാപ് സ്റ്റോക്ക്, മിഡ് ക്യാപ് സ്റ്റോക്ക്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ഇത്ര കയറി, അല്ലെങ്കിൽ ഗോൾഡ് ഇത്രയും കയറി, സിൽവർ കയറി, അല്ലെങ്കിൽ ടാരിഫ് എന്താണ്, അമേരിക്കൻ എക്കണോമി, ട്രംപ്, അല്ലെങ്കിൽ ട്രേഡ് ടോക്സ്, ചൈന, ഡീപ് സീക്ക്, NVIDIA, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ RBI ചെയ്യണത് കാണാതെ പോകരുതെന്നാണ്. അതായത് RBI ഹാസ് അനൗൺസ് എന്താ പറയുക ഫ്രഷ് റൗണ്ട് ഓഫ് ലിക്വിഡിറ്റി മെഷേഴ്സ്. അതായത് RBIയുടെ മാൻഡേറ്റ് അനുസരിച്ച് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക, ബാങ്കിൻ്റെ NPAസും ഹെൽത്തിനെസ് ഓഫ് ബാങ്ക്സും നോക്കുക എന്ന് കൂടാതെ തന്നെ ബാങ്കിൻ്റെ RBIയുടെ വലിയൊരു മാൻഡേറ്റാണ് സിസ്റ്റത്തിലെ എക്കണോമിയുടെ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. അവിടെ RBIയുടെ പുതിയ മെഷർ വന്നിരിക്കുന്നു. ഇതിൽ കൂടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് OMOയിൽ കൂടെയും ഫോറിൻ എക്സ്ചേഞ്ച് ബൈ സെൽ സ്വാപ്പിൽ കൂടെയും വലിയൊരു ലിക്വിഡിറ്റി മാർക്കറ്റിലേക്ക് അവർ ഇഞ്ചക്ട് ചെയ്യണം. എത്രയാണ്? 3 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 3 ലക്ഷം കോടിയുടെ ലിക്വിഡിറ്റിയാണ് RBI സിസ്റ്റത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പോണതെന്നുള്ളതാണ്. അതിനകത്തുനിന്ന് മനസ്സിലാവുന്നത് വെച്ചാൽ RBI വിൽ ചേസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അതായത് ഗവൺമെൻറ് ബോണ്ട്സ് വർത്ത് ഓഫ് 2 ട്രില്യൺ 2 ലക്ഷം കോടിക്ക് ഏതാണ്ട് അവർ ഇന്ത്യൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മേടിക്കും എന്നുള്ളതാണ് മനസ്സിലായത്. 2 ലക്ഷം കോടിക്ക് 4 ട്രാഞ്ചിലാണ് അവർ മേടിക്കുന്നത്. അതായത് 50,000 കോടിയുടെ 4 ട്രാഞ്ചായിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് 2 ലക്ഷം കോടിയുടെ ബൈയിങ് ആണ് അവർ പറഞ്ഞിരിക്കുന്ന. ഡേറ്റ് December 29, January 5, January 12, January 22. ഞാൻ ബാക്ക് ഓഫ് ദ മൈൻഡ് ഇത് എക്സ്പെക്ട് ചെയ്തെങ്കിലും ഞാൻ വിചാരിച്ച 2026 കയറി ന്യൂ ഇയർ ഇത് കഴിഞ്ഞ് ബഡ്ജറ്റിന് മുമ്പേ ആയിരിക്കും, ജാനുവരി അവസാനം ഫെബ്രുവരി തുടക്കം ആയിരിക്കും ഞാൻ ഇവർ അനൗൺസ് ചെയ്യണം എന്തെങ്കിലും ലിക്വിഡിറ്റി മെഷർ. പക്ഷേ ഞാൻ ഇത്രയും ഫിഗറും ആലോചിച്ചില്ല. ഇത് ഡിസംബറിൽ തന്നെ ഇയർ എൻഡിന് മുമ്പേ 2 ലക്ഷം കോടി ഇഞ്ചക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മാസീവ് ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് സർപ്രൈസിങ് എന്നുള്ള. ഇത് മാത്രമല്ല നമുക്കറിയാലോ ഒരു USD INR ബൈ സെൽ സ്വാപ്പും കൂടെ, അതായത് $10 ബില്യൺ അവരേതായാലും ജാനുവരി 13 നടത്തും എന്നുള്ളത്. ദിസ് ഈസ് എ ഹ്യൂജ് ലിക്വിഡിറ്റി ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും എൻ്റെ പ്രേക്ഷകരത് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. ഞാൻ ഇതിൽ തെറ്റാൻ ചാൻസ് ഇല്ല. കാര്യം എന്ന് വെച്ചാൽ അതിൽ ഏത് സ്റ്റോക്കാണോ മാർക്കറ്റിനെ കുറിച്ചെന്നല്ല, ദിസ് ഈസ് മാസീവ്. അതായത് നമ്മൾ സാധാരണ ഈ RBIയുടെ ന്യൂസ് കാണുമ്പോൾ നമ്മളത് വായിക്കാറില്ല. കാര്യം നമ്മളെ സംബന്ധിച്ച് എന്താ, RBI എന്ത് കാര്യം എന്നുള്ളതാണ്. അതായത് നമ്മളെ സംബന്ധിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസും കമ്പനികൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസും ഒക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നുന്നതെന്നുള്ള. ബട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെറൈൻ ഉണ്ടാക്കി തരണം. ഇപ്പം നമ്മൾ പറയില്ലേ ക്രിക്കറ്റ് ഇഷ്ടമാണ്, എനിക്ക് ബാറ്റിംഗ് ആണ് ഇഷ്ടം, എനിക്ക് ബൗളിംഗ് ആണ് ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ റീഡ് ചെയ്യുമ്പോഴും നമ്മൾ പിച്ച് മറക്കാതെ കളിക്കാൻ പോകും. അതായത് പിച്ച് എങ്ങനെയായിരിക്കും എന്നുള്ള ആ പിച്ച് ഡിക്റ്റേറ്റ് ചെയ്യും ബൗളിംഗ് പിച്ചാണോ ബാറ്റിംഗ് പിച്ചാണോ. അല്ലാണ്ട് നമുക്കിഷ്ടമുള്ളത് ബാറ്റിംഗ് ആണ് ബൗളിംഗ് ആണെന്ന് എടുത്തിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഈ ഡേറ്റാസിനെ കാണേണ്ടത് വേറൊരു രീതിയിലാണ്. അപ്പോൾ RBIയുടെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന ഒരു ടെറൈൻ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാസീവ് എന്നുള്ള രീതിയിലാണ്. അതായത് അതിനകത്ത് എനിക്ക് തോന്നണമെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കും, ഇത് വരുന്നത് എപ്പോഴാണെന്ന് കൂടെ ആലോചിക്കണം. അതായത് വെറുതെ ഒരു 3 ട്രില്യൺ 3 ലക്ഷം കോടി ഇടുക എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻസ് വെച്ചാൽ 2025 ഫെബ്രുവരി ബഡ്ജറ്റിൽ ഗവൺമെൻറ് ഏതാണ്ട് ഇൻകം ടാക്സിൻ്റെ കട്ട് കൊടുക്കുന്നു. എത്ര? 12 ലക്ഷം വരെ ഇൻകം ടാക്സ് ഇല്ല എന്നുള്ള ഒരു മെക്കാനിസം കൊണ്ടുവരുന്നു. അതായത് ആൾക്കാരിലേക്ക് കൂടുതൽ പൈസ, ആ പൈസ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കൺസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഉപയോഗിക്കാം, അല്ലേ? അല്ലാണ്ട് നമ്മൾ കാശ് വെറുതെ കയ്യിൽ വയ്ക്കില്ലല്ലോ. നമ്മൾ ഒന്നില്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടിടും, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റിൽ എടുക്കും, അല്ലെങ്കിൽ ഈ പൈസ ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യും. അങ്ങനത്തെ ഒരു ടെയിൽ വിൻഡ് ഫെബ്രുവരി മുതൽ ഉണ്ടായിരുന്നു, അല്ലേ? രണ്ടാമത് എന്ന് പറയുന്നത് ഏതാ, നമ്മൾ സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ നമ്മൾ GSTയുടെ ഒരു കട്ട് കൊണ്ടുവന്നു. എത്ര കൊണ്ടുവന്നു? നല്ല രീതിയിൽ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളിലെ പല സാധനങ്ങളും ഭയങ്കരമായിട്ട് കട്ട് കൊണ്ടുവന്നു. അപ്പോൾ GST കട്ട് കൊണ്ടുവരുന്നതിന് മുമ്പേ, സാധനങ്ങളുടെ വില കുറയ്ക്കുന്നതിന് മുമ്പേ ദ ഗവൺമെൻറ് എൻഷുവേർഡ് ദാറ്റ് പീപ്പിൾ ഹാവ് ഇനഫ് മണി, ആൾക്കാരുടെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ട് എന്ന് ഉറപ്പുവരുത്തി. എങ്ങനെ? ഇൻകം ടാക്സ് കട്ടിൽ കൂടെ ഉറപ്പുവരുത്തിയിട്ടാണ് ഈ GST റിഫോംസ് കൊണ്ടുവന്നത്. അതായത് വില കുറച്ചാൽ മാത്രം പോരാ, അതിന് ഡിമാൻഡും കൂടെ ഉണ്ടാവണം, ബൈയിങ്ങും കൂടെ നടക്കണം എന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ RBI സൈമിൾട്ടേനിയസ് ആയിട്ട് വന്ന് ഇൻട്രസ്റ്റ് റേറ്റും കട്ട് ചെയ്തു. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തപ്പോൾ എന്തായി,
EMIs കുറഞ്ഞു. EMIs കുറഞ്ഞപ്പോൾ എന്താ, നമുക്ക് ഈ വില കുറഞ്ഞ സാധനം തന്നെ EMIയിൽ മേടിക്കണമെങ്കിൽ വില കുറഞ്ഞു. അതുമാത്രമല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ലോണുകൾ, നമ്മൾ ഓൾറെഡി എടുത്ത ലോണുകളുടെ ഇൻട്രസ്റ്റ് ഔട്ട് ഗോയിങ് കൂടെ കുറഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ കാശ് കയ്യിൽ വന്നു. അപ്പോൾ ഒരു കൺസംഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നതിൻ്റെ പുറകിലാണ് ഈ ഇയർ എൻഡിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള 3 ട്രില്യൺ 3 ലക്ഷം കോടിയുടെ ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഗോയിങ് ടു ബി മാസീവ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്ലാൻ പ്രകാരം കൊണ്ടുവന്നതാണ്. അബ്സല്യൂട്ട്ലി. ഇത് ബൈ ആക്സിഡന്റ് ആണോ ബൈ ഡിസൈൻ ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ബട്ട് ഇറ്റ് ഈസ് ഫോളിംഗ് ഔട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് വെൻ RBI ബൈസ് മോർ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ദ ഈൽഡ് ഓൺ ദ ബോണ്ട്സ് വിൽ കം ഡൗൺ. ഈൽഡ് ഓൺ ദ ബോണ്ട്സ് താഴേക്ക് വരിക എന്ന് പറഞ്ഞ അർത്ഥം കോസ്റ്റ് ഓഫ് ബോറോയിങ് കുറഞ്ഞു എന്നുള്ളതാണ്. കോസ്റ്റ് ഓഫ് ബോറോയിങ് കുറഞ്ഞ അർത്ഥം എന്താ, നമുക്ക് ബിസിനസ്സുകൾക്ക് ചീപ്പർ റേറ്റിൽ മണി ഉപയോഗിച്ച് നമുക്ക് ബിസിനസ് നടത്താം എന്നുള്ള രീതിയിലാണ്. അതായത് RBI ഇൻഡയറക്ട്ലി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ബാങ്കുകളോട്, നൗ യു ഹാവ് ഇനഫ് ലിക്വിഡിറ്റി, നിങ്ങൾക്ക് ഞങ്ങൾ ഇനഫ് ലിക്വിഡിറ്റി ഉണ്ട്, ഗോ ആൻഡ് ലെൻഡ്. ബിസിനസ്സുകൾക്ക് പൈസ കൊടുക്കൂ, കൺസ്യൂമേഴ്സിന് പൈസ കൊടുക്കൂ, എന്നിട്ട് അങ്ങ് കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഫ്രാസ്ട്രക്ചറും കിക്ക് സ്റ്റാർട്ട് ചെയ്യൂ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് ഒരു മെസ്സേജ് RBI കൊടുത്തിരിക്കുന്നത്. RBI അത് മാത്രമല്ല കോർപ്പറേറ്റ്സിനും ബിസിനസ്സിനും കൊടുത്തിരിക്കുന്നത് എന്താ, നൗ ഐ ഹാവ് മെയ്ഡ് മണി ചീപ്പർ, ഗോ ഔട്ട്, പുട്ട് അപ്പ് പ്ലാൻസ്, പുട്ട് അപ്പ് കപ്പാസിറ്റീസ്, ക്രിയേറ്റ് ജോബ്സ്, എന്നിട്ട് ഡിമാൻഡ് ഉണ്ടാക്കൂ. ഇതിൻ്റെ കൂടെ ഗവൺമെൻറ് എന്ത് ചെയ്തു, പല രാജ്യങ്ങളായിട്ടും ട്രേഡ് ഡീൽ സൈൻ ചെയ്തു. UK ആയിട്ട് സൈൻ ചെയ്തു, ഒമാനായിട്ട് സൈൻ ചെയ്തു, ന്യൂസിലൻഡായിട്ട് സൈൻ ചെയ്തു. ഇത് കൂടാതെ നമുക്കറിയാം യൂറോപ്യൻ യൂണിയൻ ആയിട്ടുള്ള ട്രേഡ് ഡീൽ സൈൻ ചെയ്യും, US ആയിട്ടുള്ള ട്രേഡ് ഡീലും സൈൻ ചെയ്യും എന്നുള്ളതാണ്. അതായത് സ്കോപ്പ് ഫോർ എക്സ്പോർട്ടിംഗ് ടു ഡിഫറെൻറ്റ് കൺട്രീസ് ഓൾസോ ഇൻക്രീസസ്. സോ India has become much more a better player than in 2025 or 2024 എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയെ കൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് NBFC സ്റ്റോക്സ്, ഓട്ടോ സ്റ്റോക്ക്, കൺസംഷൻ സ്റ്റോക്സ് ഒക്കെ എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ മാർക്കറ്റിൽ ബെനിഫിഷ്യലായിട്ട് 2026 പോകുമ്പോൾ ഫ്രണ്ട് ലോഡ് ചെയ്ത് നമുക്ക് മുന്നിൽ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് 2025 സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഭേദപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു ഹാൻഡ്സം റിട്ടേൺ ഒന്നും തന്നില്ലെങ്കിലും I am quite optimistic because 2026 provides a very beautiful flat platform and an environment to make money. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് 2025 ഏർണിങ്സ് മോശമായത് കാരണം ആ ബേസ് താന്ന് കിടക്കുകയാണ്. അപ്പോൾ 2026 ബെറ്റർ റിസൾട്ട്സും കൂടെ, അതായത് ഈ വരാൻ പോകുന്ന Q3 Q4 റിസൾട്ട്സ് ഒക്കെ ബെറ്റർ ആവാനുള്ള സാധ്യതകളും ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഓപ്റ്റിമിസ്റ്റിക് ആവുന്നത് വ്യക്തിപരമാണ്. ഇത് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസ് അല്ല. ഐ വിൽ ബി pretty optimistic on selective, ഞാൻ വീണ്ടും യൂസ് ചെയ്യുന്നു, selective mid cap and small cap companies who has got a great fundamental and an opportunity ahead of them. ഫണ്ടമെന്റൽസ് ഏത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പൊന്നും അല്ല, ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന, ക്യാപിറ്റൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അധികം ഡെപ്റ്റ് ഇല്ലാത്ത, നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡും ഉള്ള, നല്ല പ്രൈസിങ് പവറുള്ള, നല്ല ഹൈ ക്വാളിറ്റി മാനേജ്മെൻ്റ് ഉള്ള സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്സ് are set to outperform, and there are few gems here and there in the Indian market which could throw up a fantastic return എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ മാർക്കറ്റ് ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ നോക്കിയത്, we were just 150 points away from all time high. January 2025 നോക്കുകയാണെങ്കിൽ though our portfolios are red, നമുക്ക് സന്തോഷമൊന്നുമില്ലെങ്കിൽ പോലും the main level indices show we have got a 10% return in 2025 എന്നുള്ള രീതിയിലാണ് സിസ്റ്റം കാണിക്കുന്നതെന്നുള്ള. ബട്ട് ഓൾ ടുഗെദർ ഞാൻ ഇന്ന് RBIയുടെ ഒരു ഡിസിഷൻ, അതുകൊണ്ട് ഞാൻ ഇന്ന് RBI ആണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അതായത് ഇഫ് യു ആസ്ക് മീ, എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഹൂ ഇസ് ദ സൂപ്പർ സ്റ്റാർ ഓഫ് 2025 എന്ന് നോക്കുകയാണെങ്കിൽ, എൻ്റെ തലയിൽ തോക്ക് വെച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഗവൺമെൻറ് അല്ല, ഞാൻ പറയും സ്റ്റോക്ക് മാർക്കറ്റ് അല്ല. ഓഫ് കോഴ്സ് ഗോൾഡ് നന്നായിട്ട് കയറിയെങ്കിലും എൻ്റെ കയ്യിൽ ഗോൾഡ് ഇല്ലാത്തതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഗോൾഡും സിൽവറും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്ലാറ്റിനവും കോപ്പറൊന്നും എനിക്ക് ബെനിഫിറ്റ് കിട്ടിയില്ല. ഐ എം ഓൾവേസ് ബീൻ എൻ ഇക്വിറ്റി ഇൻവെസ്റ്റർ. അതായത് ഐ ഹോൾഡ് ബിസിനസ്സസ്. ഞാൻ ഇന്ത്യയിലെ ബിസിനസ്സുകളുടെ പാർട്ട്ണറാണ് എന്നുള്ള. ഞാൻ ഒരിക്കലും എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ സ്റ്റോക്ക് മേടിച്ചു എന്ന് പറയാറില്ല. ഞാൻ പറഞ്ഞാൽ ഐ ഹോൾഡ് ബിസിനസ്സസ്. ഞാൻ ബിസിനസ്സുകളെയാണ് മേടിച്ചത്. എൻ്റെ ചുറ്റുവട്ടം കാണുന്ന, ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന പല ബിസിനസ്സുകളെയാണ് ഞാൻ മേടിച്ചത്. അവർ കൂടുതൽ പ്രോഫിറ്റ്സും സെയിൽസും ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻ്റെ ഷെയർ വാല്യൂ കൂടും എന്നുള്ളൊരു സിമ്പിൾ സ്ട്രാറ്റജിയിലാണ് ഞാൻ സ്റ്റോക്ക് മേടിച്ചിരിക്കുന്നത് എന്നുള്ള. എന്നെ സംബന്ധിച്ച് 2025 ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനൊന്ന് ഡിസ്ക്ലോസ് ചെയ്ത് പറയുന്നു എന്നുള്ളൂ. ബട്ട് ഐ കണ്ടിന്യൂ ടു ബി വെരി ഓപ്റ്റിമിസ്റ്റിക്. ബട്ട് ആസ് ഫാർ ആസ് 2026 ഈസ് കൺസേൺ,
മൈ സൂപ്പർ സ്റ്റാർ ഇസ് RBI. 2025 ആയാലും 2026 ആണെങ്കിലും ദ ലെസ്സർ നോൺ ഫാക്റ്റ് ആണ്, ആൾക്കാർ ശ്രദ്ധിക്കാത്തതാണ്. ഇഫ് യു സ്റ്റഡി ബ്യൂട്ടിഫുള്ളി, അതായത് മൈക്രോ ലെവലിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ RBIയുടെ ഓരോ മെഷർ, അതായത് നമ്മളിത് പറയുന്നത് ഇംഗ്ലീഷ് വാക്കെന്നത് അറിയോ, അൺസങ് ഹീറോ, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിൽ ഹീറോയിക്സ് കാണിച്ചത് RBI ആണെന്നുള്ളത്. അവരുണ്ടാക്കിയിട്ടിരിക്കുന്ന ടെറൈൻ ഉണ്ടല്ലോ, 2026 ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സായ എനിക്കും വിഷ്ണുവിനും നിങ്ങൾക്കും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി സ്കെയിലാണ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കഴിവാണ്. ഇതിൽ തെറ്റുപറ്റി പോവുകയാണെങ്കിൽ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ തന്നെ അല്ലെങ്കിൽ നമ്മളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി എന്നുള്ള. സോ 2026 ബ്രിങ്സ് ഇൻ എ ലാർജ് ഹോപ്പ് ബിക്കോസ് ഓഫ് RBI ഡിസിഷൻ. സോ ഫോർ മീ, ഇഫ് യു ആസ്ക് മീ, ജസ്റ്റ് ബിഫോർ ദ ക്രിസ്മസ് ഡേ, ഇന്ന് ശരിക്കും പറഞ്ഞാൽ 24-ാം തീയതിയാണ്, എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നെയ്തർ മൈ പോർട്ട്ഫോളിയോ, എൻ്റെ പോർട്ട്ഫോളിയോ, എൻ്റെ സ്റ്റോക്കും അല്ല. ജനറലായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റും എനിക്ക് സന്തോഷം തന്നിട്ടില്ല. ഗോൾഡും സിൽവറും കോപ്പറും പ്ലാറ്റിനും ഒക്കെ നന്നായിട്ട് കയറിയെങ്കിലും എൻ്റെ കയ്യിൽ ഇതില്ലായിരുന്നു. ബട്ട് എന്നെ സംബന്ധിച്ച് ഹോപ്പ്, എനിക്ക് ആപ്പടെ ഹോപ്പും ഡ്രീം ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതകളും തന്നിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നുള്ളത്. ഏതായാലും സുരേഷ് സാർ, എല്ലാവർക്കും നമ്മൾ ഒരു പ്രാവശ്യം കൂടി നമ്മളൊരു ക്രിസ്മസ് വിഷസ് നേരുകയാണ്. നമ്മുടെ ഈ ഒരു ഷോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ റിസർച്ച് ടീം അടുത്ത മണിക്കൂറിലൊക്കെ തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം. Opening hours with MyFin.